ലഹരി വിരുദ്ധ ദിനത്തിൽ കേരളത്തെ നടുക്കിയ 2 കൊലപാതകങ്ങൾ. ലഹരി കടിമകളായ മക്കളുടെ ക്രൂരതയിൽ ഇല്ലാതായത് 2 അമ്മമാരുടെ ജീവൻ. കാസർഗോഡ് മകൻ അമ്മയെ ചുട്ടെരിച്ചു കൊന്നത് വീടും സ്ഥലവും സ്വന്തം പേരിൽ എഴുതി നൽകാത്തതിൻ്റെ വിരോധത്തിലാണ്. കോട്ടയത്ത് അമ്മയെ യുവാവ് വെട്ടിക്കൊലപ്പെടുത്തിയത് ഭക്ഷണത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ. ചെറിയ ഇടവേളയ്ക്ക് ശേഷം മയക്കുമരുന്ന് വീണ്ടും വില്ലനാകുമ്പോൾ ചോരക്കളമാകുന്നത് നിരവധി വീടുകളാണ്. നാട്ടിലെങ്ങും ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുമ്പോഴും യുവാക്കൾ കുടുംബങ്ങളിലും സമൂഹത്തിലും ഭീതി വിതയ്ക്കുന്നത് എന്തുകൊണ്ട്? അക്രമകാരികളാകുന്ന ലഹരി സംഘങ്ങളെ നിയന്ത്രിക്കാൻ ആർക്ക് കഴിയും? കോട്ടയത്തെയും കാസർഗോട്ടെയും കുടുംബങ്ങളിൽ എന്താണ് സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കുട്ടിക്കാലത്ത് മക്കൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം പാകം ചെയ്ത് കൊടുക്കുന്നവരാണ് അമ്മമാർ. മക്കൾ വളർന്നു വലുതായാലും ആ രീതി തുടരുന്നവരുണ്ട്. ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അമ്മയോട് വഴക്കിടുകയും വാശി പിടിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ പല വീടുകളിലും കാണാം. കോട്ടയം പള്ളിക്കത്തോട് സ്വദേശി അരവിന്ദ് അമ്മ രാത്രിയിൽ പാകം ചെയ്തു നൽകിയ ഭക്ഷണത്തെ ചൊല്ലി വീട്ടിൽ വഴക്കുണ്ടാക്കി. എന്നാൽ ലഹരിക്കടിമയായ യുവാവിന് അയാളെ സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. തർക്കത്തിനിടെ അരവിന്ദ് അമ്മ സിന്ധുവിനെ വെട്ടിക്കൊലപ്പെടുത്തി. സംഭവത്തിന് ശേഷം പ്രതി തന്നെയാണ് നാട്ടുകാരെ വിവരമറിയിച്ചത്. കഴിഞ്ഞ രാത്രി 8 മണിയോടെ ഉണ്ടായ സംഭവത്തിൻ്റെ നടുക്കത്തിലാണ് പള്ളിക്കത്തോട് ഇളമ്പള്ളി എന്ന ഗ്രാമം. ായ സിന്ധുവിനെ ഭക്ഷണം പാകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ കൊല്ലുകയായിരുന്നു. വീട്ടിലെ വെട്ടുകത്തി കൊണ്ടാണ് തലയ്ക്കുൾപ്പെടെ വെട്ടിക്കൊന്നത്. കൊലപാതകത്തിന് ശേഷം പ്രതിയായ അരവിന്ദ് തന്നെ അയൽവാസികളെ വിവരമറിയിക്കുകയായിരുന്നു. ഇവരാണ് പള്ളിക്കത്തോട് പോലീസിനെ വിളിച്ചു വരുത്തിയത്. പ്രതിയെ സംഭവസ്ഥലത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ായ അരവിന്ദ് ലഹരി മരുന്നിന് അടിമയായിരുന്നുവെന്ന് നാട്ടുകാർ പോലീസിനെ അറിയിച്ചു. നേരത്തെ ഡി അഡിക്ഷൻ ചികിത്സ അടക്കം തേടിയിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി സാജു വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചത്. സിന്ധുവിന്റെ ഭർത്താവ് നേരത്തെ തന്നെ മരിച്ചിരുന്നു. അമ്മയും മകനും മാത്രമാണ് നിലവിൽ ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. നേരത്തെ കഞ്ചാവ് കേസിലടക്കം അരവിന്ദ് പ്രതിയായിട്ടുണ്ട്. കോട്ടയം. ലഹരിക്കടിമകളായവരിൽ 2 തരം സ്വഭാവ പ്രകൃതമുള്ളവരുണ്ട്. ചിലർ എപ്പോഴും അക്രമകാരികളാകും. എന്നാൽ വളരെ ശാന്തരും ഉൾവലിഞ്ഞ് ജീവിക്കുന്നവരുമായ ചെറുപ്പക്കാരെയും ഇക്കൂട്ടത്തിൽ കാണാം. കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശി മെൽവിൻ എന്ന യുവാവ് ആരോടും അധികം മിണ്ടാത്ത, അയൽവാസികളോട് പോലും സംസാരിക്കാത്ത വ്യക്തിയാണ്. ഒരു വിഷാദരോഗിയെപ്പോലെയായിരുന്നു അയാളുടെ പെരുമാറ്റം. എന്നാൽ കഴിഞ്ഞ ദിവസം പെറ്റമ്മയെ കൊലപ്പെടുത്തിയ സംഭവത്തോടെയാണ് മെൽവിൻ്റെ ഉള്ളിലെ അക്രമകാരിയെ നാട്ടുകാർ തിരിച്ചറിഞ്ഞത്. ഇയാളുടെ ലഹരി ഉപയോഗത്തെ ചൊല്ലി വീട്ടിൽ പ്രശ്നങ്ങൾ പതിവായിരുന്നുവെങ്കിലും അത് അയൽവാസികൾ കേട്ടിട്ടില്ല. വീടും സ്ഥലവും സ്വന്തം പേരിൽ മാറ്റി നൽകാത്തതിലുള്ള വിരോധമാണ് അമ്മയെ കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് പ്രതിയുടെ മൊഴി. ഇതിന് തടസ്സം നിൽക്കുന്നുവെന്ന സംശയത്തിലാണ് ബന്ധുവായ യുവതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നും മൊഴിയിലുണ്ട്. ഓർക്കാടിയിൽ അമ്മയെ മകൻ തീകൊളുത്തി കൊന്ന സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത്. മെൽവിൻ മുന്തോരയെ കൃത്യത്തിലേക്ക് നയിച്ചത് അമ്മ ഹിൽഡ വീടും സ്ഥലവും പണയം വയ്ക്കാൻ സമ്മതിക്കാത്തതിന്റെ വൈരാഗ്യമെന്നാണ് പ്രതിയുടെ മൊഴി. ക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് ഹിൽഡ മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. തലയടിച്ചു വീണ മാതാവിനെ ആശുപത്രിയിലെത്തിക്കാൻ ബന്ധുവായ ലോലിറ്റയെ സഹായത്തിനായി വിളിച്ചു. എന്നാൽ ഹിൽഡ മരിച്ചതായി മനസ്സിലായതോടെ മെൽവിൻ തീകൊളുത്തി മൃതദേഹം കത്തിച്ചു കളയാൻ ശ്രമിച്ചു. ലോലിറ്റ ഇത് തടയാൻ ശ്രമിച്ചുവെങ്കിലും അക്രമാസക്തനായ മെൽവിൻ ഇവരെയും തീ കൊളുത്തുകയായിരുന്നു.
സ്ഥലം വിൽപ്പന നടത്തുന്നതിന് ലോലിറ്റ തടസ്സം നിൽക്കുന്നതായ സംശയവും ഇയാൾക്കുണ്ടായിരുന്നു. സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടതിനെ തുടർന്നാണ് ഇവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. നേരത്തെ വിദേശത്തായിരുന്ന മെൽവിൻ നാട്ടിലെത്തി കൽപ്പണയിൽ മിഷൻ ഓപ്പറേറ്ററായി ജോലി ചെയ്തു വരികയായിരുന്നു. തിരിച്ച് വിദേശത്തേക്ക് പോകുവാനും വിവാഹം കഴിക്കുവാനും പണം ആവശ്യമുള്ളതിനാൽ വീടും സ്ഥലവും പണയം വയ്ക്കാൻ ഇയാൾ മാതാവ് ഹിൽഡയോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ താമസ സ്ഥലം പണയം വയ്ക്കുവാൻ ഹിൽഡയ്ക്ക് സമ്മതമുണ്ടായിരുന്നില്ല. ഇതേ ചൊല്ലി ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് പതിവായിരുന്നു. പ്രതിയുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. നിലവിൽ ദർലക്കട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന ലോലിറ്റയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയാൽ മാത്രമേ സംഭവത്തിലെ യഥാർത്ഥ വസ്തുത പുറത്തുവരികയുള്ളൂ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തെളിവെടുപ്പ് നടപടികൾക്കും കൂടുതൽ ചോദ്യം ചെയ്യലിനുമായി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച കോടതിയിൽ ഹർജി സമർപ്പിക്കും. ന്യൂസ് 18 കാസർഗോഡ്. കുട്ടിക്കാലത്തെ കളിക്കൂട്ടുകാർ നമുക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ആൺ പെൺ വ്യത്യാസമില്ലാതെ ഒത്തൊരുമിച്ച് കളിച്ചു വളർന്ന ആ കാലം പലരുടെയും മനസ്സിലുണ്ടാകുമല്ലേ? കൊല്ലം പുനലൂരിന് സമീപം കടുവാക്കുഴി എന്ന കൊച്ചു ഗ്രാമത്തിൽ അയൽക്കാരായ കുട്ടികൾ ഇങ്ങനെ കൂടപ്പിറപ്പുകളെ പോലെ കഴിഞ്ഞു വന്നതാണ്. കൂട്ടുകാരുടെ വീടുകളിലായിരിക്കും ചിലപ്പോൾ ഊണും ഉറക്കവുമൊക്കെ. എന്നാൽ കഴിഞ്ഞ ക്രിസ്മസ് അവധിക്കാലത്ത് +1 വിദ്യാർത്ഥിനിയായ പെൺകുട്ടി അയൽവീട്ടിൽ പോയപ്പോഴുണ്ടായ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആ പെൺകുട്ടി അറിയാതെ അവളുടെ കളിക്കൂട്ടുകാരനായിരുന്ന 19-കാരൻ നഗ്നചിത്രങ്ങൾ മൊബൈലിൽ പകർത്തി. പിന്നീട് അതുകാട്ടി ഭീഷണിപ്പെടുത്തുകയും ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. സംഭവത്തിൽ ബിനീഷ് എന്ന യുവാവിനെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ക്രിസ്മസ് സമയത്ത് അയൽവീട്ടിൽ ഉറങ്ങാൻ പോയ 17-കാരിയുടെ നഗ്നചിത്രങ്ങൾ പെൺകുട്ടി അറിയാതെ ബിനീഷ് പകർത്തുകയായിരുന്നു. പിന്നീട് ഈ ചിത്രങ്ങൾ പെൺകുട്ടിക്ക് തന്നെ അയച്ചുകൊടുത്ത് ഭീഷണിപ്പെടുത്തുകയും കൂടുതൽ ചിത്രങ്ങളും വീഡിയോകളും എടുക്കുകയും ചെയ്തു. തുടർന്നും കൂടുതൽ നഗ്നചിത്രങ്ങളും വീഡിയോകളും ആവശ്യപ്പെട്ടുകൊണ്ട് ഭീഷണി തുടർന്നതോടെ പെൺകുട്ടി പുനലൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി നടത്തിയ അന്വേഷണത്തിൽ ബിനീഷിന്റെ മൊബൈൽ ഫോണിൽ നിന്നും ദൃശ്യങ്ങൾ കണ്ടെടുത്തു. പോക്സോ, IT ആക്ട് എന്നിവയിലെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. പുനലൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രതി നേരത്തെയും സമാന കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോയെന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 പുനലൂർ. കൊൽക്കത്ത RG കാർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതകം രാജ്യമനസാക്ഷിയെ പിടിച്ചുലച്ച സംഭവമാണ്. കൊൽക്കത്ത പോലുള്ള ഒരു മഹാനഗരത്തിലും സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് തെളിയിച്ചതായിരുന്നു ആ നിഷ്ഠൂരമായ കൊലപാതകം. അതിന് പിന്നാലെ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചതോടെ സ്ത്രീ സുരക്ഷയിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതാണ്. എന്നിട്ട് ആ നാട്ടിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? തെക്കൻ കൊൽക്കത്തയിലെ ലോ കോളേജ് ഗാർഡ് റൂമിൽ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവം ഞെട്ടലുളവാക്കുന്നതാണ്. ബുധനാഴ്ച രാത്രി 7:30-നും 8:50-നും ഇടയിലായിരുന്നു സംഭവം. കേസിൽ കോളേജിലെ 2 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു.
ബുധനാഴ്ച രാത്രിയാണ് പെൺകുട്ടിയെ 3 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്തത്. പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കസ്ബ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും മനോജിത് മിശ്ര, സെയ്ബ് അഹമ്മദ്, പ്രമിത് മുഖോപാധ്യായ എന്നിവരെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗമായ തൃണമൂൽ ഛാത്ര പരിഷത്തിന്റെ സൗത്ത് കൊൽക്കത്ത ജില്ലാ യൂണിറ്റ് ജനറൽ സെക്രട്ടറിയാണ് മനോജിത്. മറ്റു 2 പേരും കോളേജിലെ വിദ്യാർത്ഥികൾ. മനോജിത് വിവാഹാഭ്യർത്ഥന നടത്തിയിരുന്നതായി പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നു. എന്നാൽ മറ്റൊരാളുമായി പ്രണയത്തിനായതിനാൽ അഭ്യർത്ഥന നിരസിച്ചു. ഇതേ തുടർന്ന് മാതാപിതാക്കളെ വ്യാജ കേസുകളിൽ കൊടുക്കുമെന്നും ആൺസുഹൃത്തിനെ ഉപദ്രവിക്കുമെന്നും മനോജിത് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി. സംഭവ ദിവസം 3 പേരും ചേർന്ന് തടഞ്ഞു നിർത്തുകയും ഗാർഡ് റൂമിലെത്തിച്ച് ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു. പീഡനത്തിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ പകർത്തി. രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഹോക്കി സ്റ്റിക്ക് ഉപയോഗിച്ച് മർദ്ദിക്കാൻ ശ്രമിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. RG കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതകം നടന്ന് 10 മാസത്തിന് ശേഷമാണ് കൊൽക്കത്തയിൽ നിന്ന് അതിക്രൂരമായ മറ്റൊരു ബലാത്സംഗ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സംഭവം രാഷ്ട്രീയ വിവാദമായി വളർന്നിട്ടുണ്ട്. ന്യൂസ് 18 കൊൽക്കത്ത. നമ്മുടെ നാട്ടിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ നിയമവും നിയമ നടപടികളും കർശനമാക്കണമെന്നും പ്രതികൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും വാദിക്കുന്നവരുണ്ട്. കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നവരെ ഇനി പുറം ലോകം പോലും കാണാൻ അനുവദിക്കരുത്. പാലക്കാട് പട്ടാമ്പിയിൽ 2 പോക്സോ കേസുകളിൽ ഉണ്ടായ ശിക്ഷാവിധികൾ മാതൃകാപരമാണ്. മണ്ണാർക്കാട് നാട്ടുകലിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതി സലീമിന് 43 വർഷം കഠിന തടവും കൂടാതെ ജീവപര്യന്തം തടവുമാണ് ശിക്ഷ. പട്ടാമ്പിയിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ ബന്ധുവിന് കോടതി 10 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പട്ടാമ്പി പോക്സോ അതിവേഗ കോടതിയാണ് 2 കേസുകളിലും വിധി പറഞ്ഞത്. മണ്ണാർക്കാട് നാട്ടുകലിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസാണ് ഒന്ന്. 2022 കേസിനാസ്പദമായ സംഭവം. പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചും മറ്റുമാണ് പ്രതി പീഡനത്തിന് ഇരയാക്കിയത്. കേസിൽ ചെത്തല്ലൂർ സ്വദേശി സലീമിന് 43 വർഷം കഠിന തടവും കൂടാതെ ജീവപര്യന്തവും ശിക്ഷ വിധിച്ചു. 65,000 രൂപ പിഴയും ഒടുക്കണം. പീഡന വിവരം കുട്ടി തന്നെയാണ് മാതാപിതാക്കൾ വഴി പോലീസിനെ അറിയിച്ചത്. നാട്ടുകൽ SI പ്രവീൺ KJ ആണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിക്ക് 10 വർഷം കഠിന തടവും 20,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. കോട്ടോപ്പാടം സ്വദേശി മുഹമ്മദ് ഹാരിസിനെയാണ് ശിക്ഷിച്ചത്. 2022 കേസിനാസ്പദമായ സംഭവം. ബന്ധുകൂടിയായ പ്രതി വീട്ടിൽ ആളുകൾ ഇല്ലാത്ത സമയം നോക്കിയാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം പെൺകുട്ടി തന്നെയാണ് വീട്ടുകാരെ വിവരമറിയിച്ചത്. മണ്ണാർക്കാട് SI M സുനിലാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. 2 കേസുകളിലും പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ ഹാജരായി. ന്യൂസ് 18 പട്ടാമ്പി. സിനിമാ താരങ്ങളെ കാണുമ്പോൾ സാധാരണക്കാരായ ആളുകൾ സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനുമൊക്കെ ശ്രമിക്കാറുണ്ട്. പൊതുവെ അതിനോടൊക്കെ സഹകരിക്കുന്നവരാണ് പല നടീനടന്മാരും. ഇതുപോലെ കഴിഞ്ഞ ദിവസം കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ നടൻ ജയസൂര്യയുടെ ഫോട്ടോ എടുത്തത് കയ്യാങ്കളിയിലാണ് കലാശിച്ചത്. ദേവസ്വം ഫോട്ടോഗ്രാഫർ സജീവ് നായരെ ഫോട്ടോ എടുത്തതിൻ്റെ പേരിൽ ജയസൂര്യയ്ക്കൊപ്പം ഉണ്ടായിരുന്നവർ മർദ്ദിച്ചെന്നാണ് പരാതി. ക്യാമറ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും ഇടിക്കുകയും ചെയ്തെന്ന് പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ 3 പേർക്കെതിരെ കേളകം പോലീസ് കേസെടുത്തു. രാവിലെയാണ് സിനിമാ താരം ജയസൂര്യ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിയത്. ഇതിന്റെ ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിച്ച ദേവസ്വം ഫോട്ടോഗ്രാഫർ സജീവ് നായരെ ജയസൂര്യയുടെ ഒപ്പമുണ്ടായിരുന്നവർ മർദ്ദിച്ചതായാണ് പരാതി.
സജീവ് കൊട്ടിയൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. നടൻ ജയസൂര്യ ദർശനത്തിനെത്തുന്നുണ്ടെന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറാണ് തന്നെ അറിയിച്ചതെന്ന് സജീവ് പറഞ്ഞു. അക്കരെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനായി ദേവസ്വം നിയമിച്ച ഫോട്ടോഗ്രാഫറാണ് താൻ. പ്രാദേശിക മാധ്യമ പ്രവർത്തകനുമാണ്. 12 പേരോളം ജയസൂര്യക്കൊപ്പമുണ്ടായിരുന്നു. ഇവരിൽ 3 പേരാണ് ഫോട്ടോയും വീഡിയോയും എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് തന്നെ മർദ്ദിച്ചതെന്നും സജീവ് ആരോപിച്ചു. അവിടെ സെലിബ്രിറ്റികൾ ഒരുപാട് വരാറുണ്ട്. അപ്പോൾ എല്ലാം വീഡിയോ എടുക്കാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്. അതുപോലെ മാധ്യമപ്രവർത്തകർക്ക് മുഴുവൻ ഞാനാണ് വാർത്തയും ഫോട്ടോയും അയച്ചു കൊടുക്കാറ്. അങ്ങനെയാണ് അവരെന്നെ അവിടെ നിയമിച്ചത്. അങ്ങനെ ഇന്ന് രാവിലെ ജയസൂര്യ വന്നു എന്ന് പറഞ്ഞിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തിരുവഞ്ചാറയിൽ വെച്ചിട്ട് ഒരു പ്രായം ചെന്ന ആൾ, ജയസൂര്യയുടെ ഒപ്പം വന്ന പ്രായം ചെന്ന ഒരാൾ എൻ്റെ ക്യാമറ തട്ടിയത് ഞാൻ പുള്ളിൻ്റെ കൈ തട്ടി മാറ്റി. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് എടുക്കാൻ നിർത്തിയിട്ട് പടിഞ്ഞാറേ നടേൻ്റെ മുന്നിൽ വന്നിട്ട് ജയസൂര്യൻ്റെ കുറച്ച് വീഡിയോ എടുത്തു. മേലെ കയറി അക്കരെ കുട്ടികളുടെ മുഴുവൻ വിഷ്വൽ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ജയസൂര്യൻ്റെ ഒപ്പമുള്ള 3 പേർ ചേർന്ന് എന്നെ വലിച്ചടച്ച് ദേവസ്വം ഓഫീസിൽ മുന്നിൽ കൊണ്ടുവന്നിട്ട് എന്നെ വയറിന് പിടിച്ച് മാന്തി, കാലിന് ചവിട്ടി, വയറിൽ പിടിച്ച് തിരിച്ച് എല്ലാം ചെയ്യുന്നത്. ക്യാമറ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും വയറിൽ ഇടിക്കുകയും ചെയ്തെന്നും സജീവ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. സജീവ് നായരുടെ പരാതിയിൽ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വിഷയത്തിൽ ജയസൂര്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് 18 കണ്ണൂർ. വീട്ടിലിരുന്നും പണമുണ്ടാക്കാം. ഇങ്ങനെ ഒരു പരസ്യം കണ്ടാൽ ചാടി വീഴാത്തവർ കുറവാണല്ലേ? മലയാളിയുടെ ഈ മനോഭാവമാണ് ഓൺലൈൻ തട്ടിപ്പുകാർ മുതലെടുക്കുന്നത്. തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിനിയായ പാർവതിയും സോഷ്യൽ മീഡിയയിലെ ഒരു പരസ്യത്തിൽ കുടുങ്ങിയതാണ്. ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ പേരിൽ യുവതിയിൽ നിന്ന് ലക്ഷങ്ങളാണ് തട്ടിയെടുത്തത്. കഴിഞ്ഞ ദിവസം പാർവതി താൻ ആത്മഹത്യ ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞ് ഒരു കത്തെഴുതി വെച്ച് നാടുവിട്ടതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. 2 കുട്ടികളുടെ അമ്മയായ യുവതിയെ പിന്നീട് പോലീസ് കണ്ടെത്തി ചോദ്യം ചെയ്തപ്പോൾ തട്ടിപ്പ് വിവരം വ്യക്തമായി. മലയാളികൾ ഉൾപ്പെട്ട ഉത്തരേന്ത്യൻ സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. വ്യാഴാഴ്ച രാവിലെ 8:30യോടെ വീട്ടിൽ നിന്ന് പോയ പാർവതിയെ രാത്രി 10:30യോടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് റെയിൽവേ പോലീസ് കണ്ടെത്തിയത്. കിളിമാനൂർ പോലീസ് പാർവതിയിൽ നിന്ന് മൊഴിയെടുത്തപ്പോഴാണ് ഓൺലൈൻ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞത്. 1 മാസം മുമ്പ് മലയാളം സംസാരിക്കുന്ന യുവതി പാർവതിയെ ഫോണിൽ ബന്ധപ്പെട്ടു. ഓൺലൈൻ ട്രേഡിംഗ് ജോലി നൽകാമെന്നും ബോസ് വിളിക്കുമെന്നും അറിയിച്ചു. പ്രൊഡക്റ്റ് റിവ്യൂ സോഷ്യൽ മീഡിയ വഴി അയച്ചു നൽകിയാൽ പണം നൽകാമെന്ന് വാഗ്ദാനം നൽകി. ആദ്യം 1700 രൂപ പ്രതിഫലമായി നൽകി. വലിയ തുക നിക്ഷേപിച്ചാൽ കൂടുതൽ പണം ലഭിക്കുമെന്ന് ഇവർ പറഞ്ഞു. സമ്മർദ്ദം ചെലുത്തി ആദ്യം 10,000 രൂപ വാങ്ങിയെടുത്ത ശേഷം 17,000 രൂപയായി മടക്കി നൽകി. പിന്നീട് 44,000 രൂപ നിക്ഷേപിച്ചപ്പോൾ പണം മുഴുവൻ നഷ്ടമായി. നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി തിരിച്ചു പിടിക്കാമെന്ന് പറഞ്ഞ് ഇവർ കൂടുതൽ തുക വാങ്ങിച്ചെടുത്തു. ആഭരണം വിറ്റാണ് കൂടുതൽ തുക അയച്ചു നൽകിയത്. എന്നാൽ തട്ടിപ്പാണെന്ന് മനസ്സിലായതോടെ നാടുവിടുകയായിരുന്നുവെന്നാണ് പാർവതിയുടെ മൊഴി. ഗുരുവായൂരിലേക്ക് പോയെന്നും പലതവണ ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ ആലോചിച്ചിരുന്നുവെന്നും പാർവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ മലയാളികൾ ഉൾപ്പെട്ട തട്ടിപ്പ് സംഘമാണെന്ന് പോലീസിന് വിവരം ലഭിച്ചു. അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. മന്ത്രിമാരുടെയും ജഡ്ജിമാരുടെയും ഒക്കെ വീടുകൾക്ക് പോലീസിൻ്റെ കനത്ത സുരക്ഷയുള്ളതാണ്. അവിടെ കയറി ഒരാൾക്ക് അക്രമമോ മോഷണമോ നടത്താൻ കഴിയുമോ? എന്നാൽ പോലീസ് കാവലുള്ള ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ മോഷണമുണ്ടായ സംഭവം അതീവ ഗൗരവമുള്ളതാണ്. ജസ്റ്റിസ് എ ബദറുദ്ദീൻ്റെ കൊച്ചി കളമശ്ശേരിയിലെ വീട്ടിൽ തിങ്കളാഴ്ചയാണ് മോഷണം നടന്നത്. 6 പവൻ തൂക്കം വരുന്ന വളകൾ ഉൾപ്പെടെയുള്ള സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ കളമശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി.
ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ കളമശ്ശേരിയിൽ പത്തടിപ്പാലത്തെ വീട്ടിൽ തിങ്കളാഴ്ചയാണ് മോഷണം നടന്നത്. രാവിലെ 9 മണിക്കും 12 മണിക്കും ഇടയിലാണ് സ്വർണം നഷ്ടപ്പെട്ടതെന്ന് പോലീസ് എഫ്ഐആറിൽ പറയുന്നു. വീടിനകത്തെ ബെഡ്റൂമിൽ സൂക്ഷിച്ചിരുന്ന വളകളടക്കം സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായെന്നാണ് പരാതി. ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി രഹന ടിയാറാണ് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. സംഭവത്തിൽ കളമശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കവർച്ച നടന്നതിന് ലക്ഷണങ്ങളൊന്നും വീട്ടിലില്ല. പരിചയക്കാരായ ആരെങ്കിലുമാണ് സ്വർണം എടുത്തത് എന്നതിലുൾപ്പെടെ പോലീസിന് സംശയമുണ്ട്. പ്രദേശത്തെ CCTV തെളിവുകൾ അടക്കം ശേഖരിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായി കളമശ്ശേരി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ വീട്ടിൽ നിന്ന് സ്വർണമോ പണമോ കാണാതായാൽ സ്വാഭാവികമായും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. ആരെയെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിക്കാറുമുണ്ട്. തിരുവനന്തപുരത്തെ ഒരു വീട്ടിൽ നിന്ന് സ്വർണം കാണാതായ സംഭവത്തിൽ പരാതിക്കാരി സംശയിച്ചത് വീട്ടുജോലിക്കാരിയെയാണ്. അതിൻ്റെ പേരിൽ ദിവസങ്ങളോളം ബിന്ദു എന്ന ദളിത് യുവതിയെ പോലീസ് വേട്ടയാടി, മാനസികമായി ചൂഷണവും ചെയ്തു. ഒടുവിൽ നിരപരാധിത്വം തെളിയിക്കാൻ ബിന്ദുവിന് കുറേ നിയമപോരാട്ടം നടത്തേണ്ടി വന്നു. ഈ വ്യാജ മോഷണ കേസിൽ വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ മാത്രം നടപടി പോരാ, വീട്ടുടമയ്ക്കെതിരെയും കേസെടുക്കണമെന്നാണ് SC/ST കമ്മീഷന്റെ ഉത്തരവ്. പരാതിക്കാരിയായ ഓമന ഡാനിയൽ ഉൾപ്പെടെ എതിർകക്ഷികൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താനാണ് നിർദ്ദേശം. വീട്ടുജോലിക്കാരിയായ പനവൂർ പനയമുട്ടം സ്വദേശിനി ആർ ബിന്ദുവിനെതിരെ മോഷണമാരോപിച്ച് വീട്ടുടമ അമ്പലമുക്ക് സ്വദേശി ഓമന ഡാനിയലാണ് പരാതി നൽകിയത്. ഇവരുടെ വീട്ടിൽ നിന്നും 2.5 പവൻ സ്വർണം മോഷ്ടിച്ചു എന്ന പരാതിയിലായിരുന്നു ബിന്ദുവിനെ പെരൂർക്കട പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി SI ഉൾപ്പെടെയുള്ള പോലീസുകാർ മാനസികമായി പീഡിപ്പിച്ചത്. മാല നഷ്ടപ്പെട്ടത് ഏപ്രിൽ 18-നാണെങ്കിലും പരാതി നൽകിയത് 23-നായിരുന്നു. വീട്ടിലറിയിക്കാതെ ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിലിരുത്തി ബിന്ദുവിനെ ക്രൂരമായി ചോദ്യം ചെയ്യുകയും പിറ്റേന്ന് ഉച്ചയ്ക്ക് 12 മണിവരെ അനധികൃതമായി കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്തിരുന്നു. ഭക്ഷണം ഉൾപ്പെടെ നൽകാതെ രാത്രി മുഴുവൻ സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചുവെന്നും മാനസികമായി പീഡിപ്പിച്ചുവെന്നുമായിരുന്നു യുവതിയുടെ പരാതി. ബിന്ദു സ്വർണ്ണമാല മോഷ്ടിച്ചെന്ന് പരാതി നൽകിയത് ഓമനയാണ്. പിന്നീട് ഓമനയുടെ വീട്ടിൽ നിന്ന് തന്നെ മാല കണ്ടെത്തിയിരുന്നു. തെളിയിക്കപ്പെടാത്ത കേസിന്റെ മറവിൽ പാവപ്പെട്ട പട്ടികജാതി സ്ത്രീയെ നിയമവിരുദ്ധമായി 20 മണിക്കൂറോളം പോലീസ് കസ്റ്റഡിയിൽ വെച്ചുവെന്നാണ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇക്കാര്യം SC/ST കമ്മീഷൻ ഉത്തരവിൽ പറയുന്നു. ബിന്ദുവിന് അനുഭവിക്കേണ്ടി വന്ന മാനസിക പീഡനത്തിനും മാനഹാനിക്കും ശാരീരിക അവശതയ്ക്കും നിയമപരമായി പരിഹാരം കണ്ടെത്താൻ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാവുന്നതാണെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. പരാതി ലഭിച്ചാൽ പേരൂർക്കട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് തുടർ നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷൻ പേരൂർക്കട SHOയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ ഒരൊറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. കേരളത്തിലെ നിരവധി CBSE സ്കൂളുകളിൽ സമാനമായ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. സ്കൂളുകൾ തമ്മിലുള്ള മത്സരത്തിൽ ബലികഴിക്കപ്പെടുന്നത് കുട്ടികളുടെ ജീവിതമാണ്. ആശിർ നന്ദിയുടെ മരണത്തോടെ ഈ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ ശക്തമായ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. പോലീസിനോടും സ്കൂൾ അധികൃതരോടും കമ്മീഷൻ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആശിർ നന്ദയുടെ വീട് സന്ദർശിച്ച കമ്മീഷൻ ചെയർമാൻ മാതാപിതാക്കളിൽ നിന്നും വിവരങ്ങൾ തേടി.
സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശർ നന്ദയുടെ മരണത്തിൽ വ്യാപക പ്രതിഷേധങ്ങളും മറ്റും ഉയർന്നതിന് പിന്നാലെയാണ് അന്വേഷണവുമായി ബാലാവകാശ കമ്മീഷനും രംഗത്തെത്തിയത്. പെൺകുട്ടിയുടെ മരണത്തിൽ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പോലീസ്, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, സ്കൂൾ അധികൃതർ എന്നിവരോട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തച്ചനാട്ടുകര ചോളോടുള്ള കുട്ടിയുടെ വീടും ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളും കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ, അംഗം KK ഷാജു എന്നിവർ സന്ദർശിച്ചു. ആശർ നന്ദയുടെ മാതാപിതാക്കളായ പ്രശാന്ത്, സജിത, അമ്മാവൻ കണ്ണൻ, തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് KPN സലീം, പൊതുജനങ്ങൾ എന്നിവരോട് ചെയർമാൻ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. നിരവധി CBSE സ്കൂളിൽ സമാനമായ ചൂഷണം നടക്കുന്നുണ്ടെന്ന് കമ്മീഷൻ ചെയർമാൻ വ്യക്തമാക്കി. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്ന് കമ്മീഷൻ ഇത്തരം പരാതികൾ ലഭിക്കുന്നുണ്ട്. കുട്ടികൾക്ക് അവിടെ മാനസിക സംഘർഷം കൂട്ടുന്ന തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും സ്കൂൾ മാനേജ്മെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കുട്ടികൾക്ക് അവിടെ അവരുടെ സന്തോഷങ്ങൾ പങ്കിടാനോ അല്ലെങ്കിൽ അവർക്കൊരു ചെറിയൊരു ആഹ്ലാദങ്ങൾ പോലും ലഭ്യമാവാത്ത തരത്തിൽ അവരെ ഇപ്പോഴിവിടെ ഞങ്ങളിപ്പോഴും മനസ്സിലാക്കിയത് കുട്ടികളെ ടോർച്ചർ ചെയ്യുന്നുണ്ട് ഉള്ള വരെ കാര്യങ്ങളാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. വിവിധ മേഖലയിലുള്ള ആളുകൾ, ഇപ്പോൾ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഞങ്ങളോട് പങ്കിട്ടിട്ടുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് വളരെ ഗൗരവത്തോടെ സമീപിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കൃത്യമായിട്ട് ഇത്തരം സ്കൂളുകളെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണവും അടക്കം ഉണ്ടാവണമെന്നാണ് കമ്മീഷൻ ആഗ്രഹിക്കുന്നത്. മരണത്തെ തുടർന്ന് ഉണ്ടായേക്കാവുന്ന മാനസികാഘാതം കണക്കിലെടുത്ത് പെൺകുട്ടിയുടെ സഹപാഠികൾക്കും സ്കൂൾ ബസ്സിലൊപ്പം ഉണ്ടാകാറുള്ള കുട്ടികൾക്കും അധ്യാപകർക്കും തിങ്കളാഴ്ച മുതൽ കൌൺസിലിംഗ് നൽകണമെന്ന് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന് നിർദ്ദേശം നൽകി. കുട്ടികൾക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ അവരുടെ അവകാശങ്ങൾ നിലനിർത്തുന്ന അന്തരീക്ഷം സ്കൂൾ മാനേജ്മെന്റ് ഉറപ്പുവരുത്തണം. വിട്ടുവീഴ്ചയില്ലാതെ കൃത്യമായ നടപടികൾ എടുക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. അതിനിടെ കുട്ടിയുടെ പിതാവും ബാലാവകാശ കമ്മീഷന് രേഖാമൂലം പരാതി സമർപ്പിച്ചു. അതേസമയം സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ആത്മഹത്യാക്കുറിപ്പിലെ കയ്യേശ്വരം പോലീസ് പരിശോധിക്കും. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും മൊഴി രേഖപ്പെടുത്താനും തീരുമാനം. ന്യൂസ് 18 പാലക്കാട്. മലയാള സിനിമയിലെ ലഹരി ഇടപാടുകൾ കേരളമേറെ ചർച്ച ചെയ്തതാണ്. എന്നാൽ മോളിവുഡിൽ മാത്രമല്ല, തമിഴ് സിനിമാ രംഗത്തും ലഹരി സംഘങ്ങൾ പിടിമുറുക്കിയിട്ടുണ്ട്. ലഹരി ഇടപാട് കേസിൽ നടൻ ശ്രീകാന്തിന് പിന്നാലെ കൃഷ്ണയും അറസ്റ്റിലായതോടെ ശക്തമായ നടപടികളിലേക്ക് കടക്കുകയാണ് പോലീസ്. താരങ്ങൾ ലഹരി പാർട്ടികളിൽ പതിവായി പങ്കെടുക്കാറുണ്ടെന്നാണ് കണ്ടെത്തൽ. നേരത്തെ അറസ്റ്റിലായ കെവിൻ എന്ന യുവാവിൽ നിന്ന് നടൻ കൃഷ്ണ കൊക്കൈൻ വാങ്ങി ഉപയോഗിച്ചതായും സുഹൃത്തുക്കൾക്ക് കൈമാറിയതായും പോലീസ് പറയുന്നു. ലഹരി ഉപയോഗിക്കുന്നവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നടൻ സജീവമാണെന്നും ലഹരി ഉപയോഗിച്ച വിവരം ഗ്രൂപ്പിൽ പങ്കുവച്ചിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഉപയോഗിച്ചതിന് നടൻ ശ്രീകാന്തിനെ തിങ്കളാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൃഷ്ണയുടെ പേരും ഉയർന്നു വന്നത്. കേരളത്തിൽ ഷൂട്ടിംഗിലായിരുന്ന താരത്തെ ബുധനാഴ്ച 1000 ലൈറ്റ്സ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അറസ്റ്റ്. ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്നുമാണ് കൃഷ്ണ പോലീസിനോട് പറഞ്ഞത്. മയക്കുമരുന്നിന് അടിമയാണോ എന്നറിയാൻ വൈദ്യപരിശോധന നടത്തിയെങ്കിലും കാര്യമായി ഒന്നും കണ്ടെത്താനായില്ല. പിന്നീട് കൃഷ്ണയുടെ വീട്ടിലും പരിശോധന നടത്തി. ലഹരി വിൽപ്പനക്കാരെ ബന്ധപ്പെടുന്നതിനുള്ള കോഡ് വാക്കുകൾ നടന്റെ ഫോണിൽ നിന്നും പോലീസിന് ലഭിച്ചു. നേരത്തെ അറസ്റ്റിലായ കെവിൻ എന്ന യുവാവുമായി കൃഷ്ണ നടത്തിയ പണമിടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങളും പോലീസ് കണ്ടെത്തി. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇതിലെ ആശയവിനിമയം. മാത്രമല്ല, തന്റെ കാർ ഡ്രൈവറുടെ മൊബൈൽ ഫോൺ നമ്പറിലൂടെ ബന്ധപ്പെട്ട് കൃഷ്ണ മയക്കുമരുന്ന് വാങ്ങിയതായും കണ്ടെത്തി. ഇതേ തുടർന്നായിരുന്നു അറസ്റ്റ്. കൊക്കൈൻ കൈവശം വെച്ചതിന് അറസ്റ്റിലായ പ്രദീപ്, ഖാന സ്വദേശി ജോൺ എന്നിവർ പിടിയിലായതിനു പിന്നാലെയാണ് വിശദമായ അന്വേഷണം തുടങ്ങിയത്. അണ്ണാ DMK മുൻ അംഗം പ്രസാദിനെ മയക്കുമരുന്ന് കേസിൽ പങ്കുള്ളതിനാൽ രാഷ്ട്രീയ ബന്ധങ്ങളും വിശദമായി അന്വേഷിക്കുന്നുണ്ട്.
ചില രാഷ്ട്രീയ നേതാക്കൾക്കും മയക്കുമരുന്ന് റാക്കറ്റുകളുമായി ബന്ധമുണ്ടെന്നും സൂചന ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സിനിമാ രാഷ്ട്രീയ രംഗത്തു നിന്നുള്ള ചിലരെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചതായി പോലീസ് അറിയിച്ചു. സംവിധായകൻ വിഷ്ണു വർദ്ധന്റെ സഹോദരനായ കൃഷ്ണ 20ലേറെ സിനിമകളിലും ഏതാനും TV പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഈഗിൾ എന്ന സിനിമയിൽ അഭിനയിച്ച കൃഷ്ണ തമിഴിൽ അറിയപ്പെട്ടുവരുന്ന നടനാണ്. തമിഴ്, തെലുങ്ക് സിനിമകളിൽ അറിയപ്പെടുന്ന ശ്രീകാന്ത് 2002-ൽ തമിഴ് ചിത്രമായ റോജാക്കൂട്ടത്തിലൂടെയാണ് വെള്ളിത്തിരയിൽ എത്തിയത്. തെലുങ്കിൽ ശ്രീറാം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മലയാളത്തിൽ ഹീറോ, ഉപ്പുകണ്ടം ബ്രദേഴ്സ് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ചെന്നൈ. മെട്രോ നഗരമായ കൊച്ചിയെ പൊതുവെ ലഹരിയുടെ ഹബ്ബെന്ന് വിളിക്കാറുണ്ടെങ്കിലും ഇപ്പോൾ കൂടുതൽ ഇടപാടുകൾ നടക്കുന്നത് കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ചാണ്. അവിടെ രഹസ്യമായി ലഹരി പാർട്ടികളും DJ പാർട്ടികളുടെ മറവിൽ മയക്കുമരുന്ന് ഉപയോഗവും നടക്കുന്നുണ്ട്. MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗുകളാണ് ഇവിടേക്ക് എത്തുന്നത്. കോഴിക്കോട് നഗരത്തിൽ പോലീസും ഡാൻസാഫും നടത്തിയ പരിശോധനയിൽ 1 കിലോ ഹാഷിഷ് ഓയിലും MDMAയുമായി 2 പേർ പിടിയിലായി. ലഹരിക്കടത്ത് കേസിലെ സ്ഥിരം പ്രതിയാണ് പിടിയിലായ ഷാജഹാൻ. ഇയാൾ നേരത്തെ 120 കിലോ കഞ്ചാവുമായി പിടിയിലായിട്ടുള്ളതാണ്. കോഴിക്കോട് മാവൂർ റോഡ് ഭാഗത്ത് നടക്കാവ് പോലീസും ഡാൻസാഫ് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് കല്ലായി സ്വദേശി NB ഷാജഹാനും ബേപ്പൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് റാസിയും പിടിയിലായത്. ഇവരിൽ നിന്നും 1 കിലോഗ്രാം കഞ്ചാവും 22 ഗ്രാം MDMAയും കണ്ടെടുത്തു. ലഹരി വിപണിയിൽ ഇവയ്ക്ക് ലക്ഷങ്ങൾ വിലമതിക്കും. ലഹരിക്കടത്ത് കേസിലെ സ്ഥിരം പ്രതിയാണ് ഷാജഹാനെന്ന് പോലീസ് അറിയിച്ചു. 120 കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ ആന്ധ്രാപ്രദേശിൽ ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. നൂറോളം LSD സ്റ്റാമ്പുകളും ഹാഷിഷ് ഓയിലുമായി 2 ബിരുദ വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം പോലീസും ഡാൻസാഫും കോഴിക്കോട് നഗരത്തിൽ നിന്ന് പിടികൂടിയിരുന്നു. കോട്ടയം, ആലപ്പുഴ സ്വദേശികളായ യുവാക്കളെ ആലപ്പുഴയിൽ നിന്നും കോഴിക്കോടെത്തി ലഹരി കൈപ്പറ്റി മടങ്ങുന്നതിനിടെയാണ് കസ്റ്റഡിയിലെടുത്തത്. പ്രതികളിലൊരാളായ മിഥുൻ രാജ് BCA വിദ്യാർത്ഥിയും അഭിഷേക് BSc ഇൻഫർമേഷൻ ടെക്നോളജി വിദ്യാർത്ഥിയുമാണ്. കോട്ടയം സ്വദേശിയായ മിഥുൻ രാജ് ആലപ്പുഴയിൽ അഭിഷേകിന്റെ വീടിനടുത്ത് താമസത്തിനെത്തിയപ്പോൾ തുടങ്ങിയ സൗഹൃദമാണ് ലഹരി ഉപയോഗത്തിലേക്കും പിന്നീട് ലഹരി കടത്തിലേക്കും നീങ്ങിയത്. DJ പാർട്ടികളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പനയ്ക്കായാണ് ലഹരി വസ്തുക്കൾ കൊണ്ടുപോയതെന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. ലഹരി മരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ ലഹരി വേട്ട തുടരുകയാണ്. കൊല്ലത്ത് കോളേജ് വിദ്യാർത്ഥികൾക്ക് MDMA കൈമാറ്റം ചെയ്യുന്നതിനിടെ 3 പേർ എക്സൈസിന്റെ പിടിയിലായി. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ഇവരിൽ നിന്ന് 48 ഗ്രാം MDMA പിടികൂടി. ഇടുക്കി തൊടുപുഴയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നും 1 കിലോയിലധികം കഞ്ചാവ് കണ്ടെടുത്തു. കൊല്ലം എക്സൈസ് റേഞ്ച് പരിധിയിൽ കേരളപുരത്തായിരുന്നു വൻ ലഹരിവേട്ട നടന്നത്. ഇന്നോവ കാറിലും നിസാൻ സണ്ണി കാറിലും കടത്തുകയായിരുന്ന 48 ഗ്രാം MDMAയാണ് കൊല്ലം റേഞ്ച് ഇൻസ്പെക്ടർ P ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടിച്ചത്. തട്ടാമല സ്വദേശി 25-കാരൻ മുഹമ്മദ് അനീസ്, വാളത്തുങ്കൽ സ്വദേശി 35-കാരൻ മനോഹർ, ഇരവിപുരം സ്വദേശി 31-കാരൻ ഷാനു, 26-കാരൻ സെയ്ദലി എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ മനോഹർ ഒഴികെയുള്ളവർ പിടിയിലായി. ഇവർക്ക് പുറമെ ഒരു 17-കാരനും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്നും MDMA വൻതോതിൽ വാങ്ങി കുണ്ടറ, കേരളപുരം, കരിക്കോട് ഭാഗങ്ങളിൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിനായി കൊണ്ടുവന്നപ്പോഴാണ് സംഘം പിടിയിലായത്. ലഹരി മരുന്ന് വാങ്ങാനും വിൽക്കാനും വന്നവർ പിടിയിലായവരിൽ പെടുന്നു. പ്രതികളുടെ 2 കാറുകളും കസ്റ്റഡിയിലെടുത്തു. വിപണിയിൽ 2 ലക്ഷം രൂപ വിലമതിക്കുന്ന MDMAയാണ് പിടിച്ചെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.
തൊടുപുഴയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചത്. തൊടുപുഴ ഡിവൈഎസ്പിയുടെ സ്ക്വാഡിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ 1 കിലോ 200 ഗ്രാം കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് വിൽപ്പനക്കാരനായ രാഹുൽ ഭായ് എന്ന ആളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വാടക വീട്ടിൽ നിന്നും കഞ്ചാവ് പിടിച്ചത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ബംഗാൾ സ്വദേശികളായ രാഹുൽ എസ്.കെ, സുനിൽ എസ്.കെ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾക്കിടയിൽ വിൽക്കാൻ കൊണ്ടുവന്ന കഞ്ചാവാണിതെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കൊല്ലം, ഇടുക്കി. കൊല്ലം കിളികൊല്ലൂരിൽ കാണാതായ +2 വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവമാണ് പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത്. കിളികൊല്ലൂർ സ്വദേശിനി നന്ദ സുരേഷ് പിറന്നാൾ ദിനത്തിൽ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയതായിരുന്നു. രാത്രിയായിട്ടും മകളെ കാണാതായതോടെ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഒടുവിൽ ആ പെൺകുട്ടിയെ വീടിന് സമീപത്തെ റെയിൽവേ ട്രാക്കിനോട് ചേർന്ന ഓടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ചതുപ്പ് നിറഞ്ഞ കുഴിയിൽ അബദ്ധത്തിൽ വീണതാകാമെന്നാണ് നിഗമനമെങ്കിലും മറ്റെന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. +2 വിദ്യാർത്ഥിയായിരുന്നു നന്ദ സുരേഷ്. നന്ദയുടെ പിറന്നാൾ ദിനത്തിൽ സഹപാഠിയുടെ വീട്ടിൽ പോയിരുന്നു. തിരികെ വീട്ടിലെത്താത്തതിനെ തുടർന്ന് കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ബന്ധുക്കൾ പരാതി നൽകി. വ്യാഴാഴ്ച മുതലാണ് നന്ദയെ കാണാതായത്. നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ വൈകിട്ടോടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഇന്നലെ രാത്രി 7 മണി മുതലാണ് മോളെ കാണാതായത്. അങ്ങനെ നാട്ടുകാരുടെ എല്ലാം കൂടി ഒരു അന്വേഷണം കാര്യങ്ങളും എല്ലാം നടത്തി. പ്രാദേശികപരമായിട്ടെല്ലാം അന്വേഷിച്ചു. അപ്പോഴൊന്നും കുട്ടിയെ കണ്ടില്ല. അങ്ങനെ നേരെ സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൊടുത്തു. അങ്ങനെ പോലീസുകാരും നാട്ടുകാരും എല്ലാം കൂടി തിരച്ചിൽ നടത്തി. കുട്ടികളുടെ കൂട്ടുകാരുടെ വീടുകളിലും എല്ലാം വിളിച്ച് ചോദിച്ചു. ആ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇന്ന് ഉച്ചയായപ്പോഴത്തേക്ക് ഈ സജീവ് എന്ന് പറഞ്ഞ പാർട്ടിയും കുട്ടിയുടെ അച്ഛനുമായിട്ട് ഒരു രണ്ടുപേരും കൂടി ഒരു സംശയത്തിൻ്റെ പുറത്ത് നമ്മൾ ഈ സൈഡിൽ കൂടെ ഒന്ന് ഇറങ്ങി ഒന്നും കൂടി ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഇന്നലെ ഈ സൈഡെല്ലാം നോക്കിയതാണ്, ഇപ്പോഴൊന്നും കണ്ടില്ല. അങ്ങനെ ഓടയുടെ അകത്തായി പോയി. പോച്ച മൂടി കിടന്നതുകൊണ്ട് ഓടയുടെ അകത്തായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ അച്ഛനും ഈ സജീവ് എന്ന് പറഞ്ഞ ഇവിടുത്തെ പാർട്ടിയും കൂടിയായിട്ട് ഒന്ന് ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഇത് കണ്ടത്. സിറ്റി പോലീസ് കമ്മീഷണറും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീടിന് സമീപത്തു കൂടി നടന്നു വന്നപ്പോൾ താഴ്ചയിലേക്ക് തലകറങ്ങി വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. റെയിൽവേ ട്രാക്കിന് സമീപത്തെ ചതുപ്പ് നിറഞ്ഞ കുഴിയിൽ വീണതിനാലാകാം ആരും അറിയാതെ പോയതെന്നും നാട്ടുകാർ സംശയിക്കുന്നു. കുറച്ചു ദൂരം വന്നപ്പോഴാണ് ആ ഓടയ്ക്കകത്ത് എനിക്ക് എന്തോ കിടക്കുന്ന പോലെ തോന്നി. അടുത്തപ്പോഴാണ് കുട്ടിയുടെ ബോഡിയാണെന്ന് മനസ്സിലായതും പിന്നെ അവരെ വിളിച്ച് അദ്ദേഹത്തിനെ അങ്ങ് പിടിച്ച് മുകളിലോട്ട് കയറ്റുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചടങ്ങ്. ആ സമയത്ത് സിഗ്നൽ വീണ് ട്രെയിൻ വരാനുള്ള സമയമായി. അങ്ങനെ കുട്ടിയെ അദ്ദേഹത്തിനെ വീട് കയറ്റിയിട്ട് സുഹൃത്തുക്കളെ വിളിച്ച് താഴെ ഇറക്കി കൺഫേം ചെയ്യുകയായിരുന്നു. വെള്ളത്തിൽ വീണ നിലയിൽ ചെവിയിലൂടെ ബ്ലഡ് ഇങ്ങനെ നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ കയ്യിലൊരു കുറച്ച് പുല്ലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്ന ഒരു രീതിയിലാണ് കിടന്നിരുന്നത്. മൃതദേഹം പോലീസും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ ദുരൂഹത ഇല്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിലെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂവെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കൊട്ടാരക്കര. തൊഴിലില്ലായ്മ രൂക്ഷമായ നാട്ടിൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ പല തട്ടിപ്പുകളിലും കുടുങ്ങാറുണ്ട്. ഒരു ജോലി ലഭിക്കുമെന്നറിഞ്ഞാൽ കൈക്കൂലി കൊടുക്കാൻ പോലും പലരും തയ്യാറാണ്. ഇതാണ് തട്ടിപ്പ് സംഘങ്ങൾ മുതലെടുക്കുന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ജോലി വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയത് അണ്ടർ സെക്രട്ടറി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് പരിചയപ്പെട്ട ആളാണ്. തട്ടിപ്പിന് ഇരകളായവർ നൽകിയ പരാതിയിൽ 2 പേരെ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശികളായ അനിൽ, കൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത്. പലരിൽ നിന്നായി ഇവർ 25 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. കൈക്കൂലി വാങ്ങി സർക്കാർ ജോലി നൽകിയിരുന്ന പഴയകാലമൊക്കെ പോയെന്നേ. ഇനി പിൻവാതിൽ നിയമനമാണെങ്കിൽ അതിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഒത്താശ വേണം. PSC പരീക്ഷയൊക്കെ പഠിച്ച് പാസ്സായി നല്ല ജോലി നേടുന്നതിന് പകരം ഇതുപോലുള്ള കുറുക്കുവഴികൾ തേടിയാൽ ചതി ഉറപ്പാണ്. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.